ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തെല്ലാം എനർജീസ് ആണുള്ളത്. ഫസ്റ്റ് കാർഡ് ഹീറോഫൻ്റ് ആണ് വന്നേക്കുന്നത്. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് വന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് ഓൾറെഡി ഹീറോഫൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോഫൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആത്മീയ ഗുരുവാണ്. ഒരു എന്താണ് പറയുന്നത്, ഒരു സ്പിരിച്വൽ, നമ്മളൊരു ഹൈറാർക്കി ഉണ്ടാക്കിയാൽ അതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ഇരിക്കുന്ന മാർപ്പാപ്പ പോലെയൊക്കെയുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗുരുവിനെ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ്. ചിലപ്പോൾ അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മളൊരു മധ്യസ്ഥ ചർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഹീറോഫൻ്റ് പറയുന്നത്. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ പേടിക്കുക. നമ്മൾ നിയമപരമായിട്ട് ഈ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള കുറേ ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ വന്നാൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ട് നമ്മൾ നേരിടേണ്ടി വരുമോ എന്നൊരു ഭയമുള്ളത് പോലെയാണ് ഹീറോഫൻ്റിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോവുക, വഴിപാട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോകാനൊക്കെ സാധ്യത ഉള്ള പോലെ കാണുന്നുണ്ട് ഹീറോഫൻ്റ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് നിങ്ങളുടേത്. ഫാമിലി വളരെ ഇൻബിൽറ്റ് ക്വാളിറ്റി ഉള്ള നല്ല അടിത്തറയുള്ളൊരു ഫാമിലി ആണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. അതുപോലെ ഇതൊരു ഫാമിലി റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. ഫാമിലിയൽ ബോണ്ടേജസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ധാരാളം പണം, ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. പല സോഴ്സിൽ നിന്ന് പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. പല സോഴ്സിൽ നിന്നാണ്, ഒന്നിലധികം സോഴ്സിൽ നിന്ന് പണം വരിക. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒക്കെ നമുക്ക് പണം ലഭിക്കുന്നു എന്നൊരു എനർജിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മൾ വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുക എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. EMIs അടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ട് പണം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു എനർജി ഉണ്ട്. പിന്നെ ബന്ധത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ, ഫാമിലിയൽ ബോണ്ടേജസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇടയിൽ ചെറിയ ചെറിയ മുറിവുറുപ്പുകൾ മറ്റുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ടുണ്ടാവാനും സാധ്യതയുള്ള പോലെയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. എന്തായാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് തന്നെയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഫാമിലി കാർഡാണ്, ഫാമിലി റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. ഇത് നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലിരിക്കുക. ഒരു എന്താണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്ന് നമ്മൾ നോക്കുക, ജഡ്ജ്മെൻറ്റ് നടത്തുക, ചെയ്യുന്നത് ശരിയാണോ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുക, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക, ഇതൊക്കെയാണ് ജഡ്ജ്മെൻറ്റ്. നമ്മളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക, അത്തരത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന എനർജിയാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കോടതി വിധി, കേസ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് വരാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. നെക്സ്റ്റ് മജീഷ്യനാണ്. എല്ലാം മേജർ ആർക്കാന കാർഡാണല്ലോ. മജീഷ്യനാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ എനർജി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുക, ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അത് കിട്ടി എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് മജീഷ്യൻ പറയുന്നത്. പിന്നെ ഇത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ ഒന്നാമനാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ പുതിയ ക്രിയേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിയിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് മജീഷ്യൻ പറയുന്നത്. ഇത് വീണ്ടും ഒരു അമ്പലത്തിൽ പോയി പൂജ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി കൂടെ കാണുന്നുണ്ട്. അമ്പലത്തിൽ മീൻസ് ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാടൊക്കെ കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയും കൂടിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. സ്പെൽ ബൗണ്ടാണ്, അതാണ് സ്പെൽ ബൗണ്ട്.
ഓക്കെ, ഇത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ കാർഡ് റീഡിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം മേജർ ആൾക്കാന കാർഡാണല്ലോ. നയൻ ഓഫ് സോഡ്സ് ആണ്. രാത്രിയിൽ ഉറക്കമില്ല. എന്താണ് ഈ മാനസികമായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. മേ ബി നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് കൊണ്ടായിരിക്കാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ നാളെ പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് നാളെ എന്താവും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഉറങ്ങാതിരിക്കുന്ന ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് അനുഭവിച്ചിരുന്ന ട്രോമകളെക്കുറിച്ച് വീണ്ടും ഓർത്തിട്ട് അതിനെ വീണ്ടും മനസ്സിലെടുത്ത് വെച്ചിട്ട് ആ മനസ്സിനെ മുറിവേൽപ്പിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും തിങ്ക് ചെയ്യുക. പിന്നെ ഓവർ തിങ്ക് ചെയ്ത് അവസാനം ഒരു പെയിന് ഹാർട്ടിൽ, നെഞ്ചുവേദന ഉണ്ടാവുക, ശ്വാസം മുട്ടലുണ്ടാവുക, തലയ്ക്ക് പെരുപ്പുണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക, ഉറങ്ങാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പനിയോ ചുമ ജലദോഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് രാത്രി ഉറങ്ങാതിരുന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതേ ടെൻഷനിൽ ഇരിക്കുന്നൊരു എനർജിയാണ് നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. ഇത് വീണ്ടും ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്. നിങ്ങൾ എന്താണോ മുൻപ് ചെയ്ത ജോലി, ആ ജോലിയുടെ കൂലി കിട്ടുന്നു എന്നുള്ളതാണ്. നല്ലത് ചെയ്തവർക്ക് നല്ലത് കിട്ടും, ചീത്ത ചെയ്തവർക്ക് ചീത്ത കിട്ടും. എന്നാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്, നമ്മൾ ചെയ്ത ജോലിയുടെ കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ പണം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് ഓൾറെഡി കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസും പിന്നെ മജീഷ്യനും 9 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ അബണ്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, 8 ഓഫ് കപ്സ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ചില ആളുകളോട് സംസാരിച്ച് അവസാനം അവരോട് മടുപ്പ് തോന്നുക, ഒരു മനസ്സുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരിക, അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ആ ഒരു മാനസികമായ അടുപ്പം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി പോകുന്ന ഒരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ചിലപ്പം കൂട്ടുകൂടി ഇരുന്നിട്ട് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരുപാട് ആലോചിച്ച് അവസാനം നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ്. ചിലപ്പോൾ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് പിന്മാറിയേക്കാം എന്നൊരു തോന്നൽ വന്നിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു എനർജിയാണ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്, അത് ഫാമിലി ആയിരിക്കാം, നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഇനി ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ചുറ്റിത്തിരിയുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതായിട്ട്, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി പോകാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇതെന്നാ ഹൈ പ്രീസ്റ്റസ് ആണ്. ഹീറോ ഫെൻറ്റും ഹൈ പ്രീസ്റ്റസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് അതിനേക്കാൾ സ്പിരിച്വൽ ആയിട്ടുള്ള മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും വന്ന് നിരക്കുന്ന പോലെയാണ് കാണുന്നത്. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയും അതുപോലെ തന്നെയുള്ളൊരു മെയിൽ എനർജിയും നിങ്ങൾക്ക് ചുറ്റും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നതായിരിക്കാം. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ, ഒന്നിലധികം ആളുകളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, അവരിൽ നിന്ന് ഉപദേശം കിട്ടുന്നതായിരിക്കും, ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അതുമല്ല, ഇന്ന് അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക, അമ്മയോട് സംസാരിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ എനർജിയുമായിട്ടൊന്ന് താതാത്മ്യപ്പെടുക, അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, ഇതൊക്കെയാണ്. ചിലപ്പോൾ അമ്മയെക്കുറിച്ചൊന്നും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിരിക്കാം. അതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസ്. മാത്രമല്ല ഇന്ന് ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, ഒരുതരം ഡിവോഷണൽ കണക്ഷൻ. ഇന്ന് ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് നേരിട്ട് ഡിവൈനുമായിട്ടുള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ഡിവിനിറ്റി ഫീൽ ചെയ്യാം. എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എനിക്ക് എന്തോ ഒരു പ്രത്യേകത വന്നല്ലോ എന്നൊക്കെ തോന്നുക. നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണെന്ന് തോന്നലും ആ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ട് ഒരാളെ വിളിക്കുവാണെങ്കിൽ അവിടെയും ആ പാട്ട് തന്നെ കേൾക്കുക. നിങ്ങളൊരാളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ ആ ആളുടെ കോള് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട സെയിം മെസ്സേജ് അതേ സെയിം സമയം ഇങ്ങോട്ട് വരിക. അങ്ങനെയുള്ള ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. അതാണ് ഹൈ പ്രീസ്റ്റസ്. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ, ആ ഒരു എനർജിയാണ് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈലി ഡിവോഷണൽ ആയിട്ടുള്ള ഒരാളാവുന്നു, ഡിവോഷണൽ കണക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഡിവൈൻലി കണക്ഷനുള്ള അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷനുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. ദെൻ 4 ഓഫ് കപ്സ് ഒരുതരം മടുപ്പ് ഫീൽ ചെയ്യാന്നാണ്. ചില കാര്യങ്ങളോട് വല്ലാത്ത മടുപ്പ് തോന്നുക, വേണ്ടായിരുന്നു എന്ന് തോന്നുക,
എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് തോന്നുക, അതുകൊണ്ട് ഇനിയൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത നമ്മൾ മടുക്കത്തില്ലേ, യോ വേണ്ടേ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരുതരം ഡിറ്റാച്ച്മെൻറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, റിഗ്രറ്റ് ഒക്കെയാണ്. കിങ് ഓഫ് സോർഡ്സ് ആരോടൊക്കെയോ ദേഷ്യം തോന്നുന്നുണ്ട്. അതുപോലെ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നിടത്ത് പെട്ടെന്ന് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരിക. അവിടെ തലച്ചോറ് കൊണ്ട് നമ്മൾ ഹൃദയം മാറ്റി വെച്ചിട്ട് ഹൃദയം മാറ്റി തലച്ചോറ് കൊണ്ട് തീരുമാനം എടുക്കുക. അതായത് ഇമോഷണൽ കണക്ഷൻ മാറ്റിയിട്ട് നമ്മൾ ഇൻ്റലിജൻസ് കൊണ്ട് തീരുമാനം എടുക്കുക. അതാണ് ഈ കിങ് ഓഫ് സോർഡ്സ് പറയുന്നത്. അതുപോലെ വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു വഴക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കുറച്ച് സ്വാർത്ഥരായിരിക്കുക, മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളതിനെ വെട്ടുക, നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഈഗോ ക്ലാഷ് ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും ചെയ്യത്തില്ലേ, അതൊക്കെയാണ് കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഹെഡ് ഓവർ ഹാർട്ടാണ്, ഹൃദയം കൊണ്ട് അല്ല, ഇന്ന് തലച്ചോറ് കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കട്ട് ആൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. കട്ട് ആൻഡ് ഡ്രൈവ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ആലോചിച്ചായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഒരു മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇൻ്റർഫിയറൻസും നമ്മളിലേക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരെ പോ എന്നുള്ളൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ലൈനായിരിക്കും ഇന്നത്തെ ദിവസം ഉള്ളത്. ബോട്ടം വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, സ്റ്റാർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരു നമ്മുടെ തലം ഉയരുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ചും കൂടെ ഗ്രോ ചെയ്തിരിക്കുന്നു, നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് കുറച്ച് ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ വേയിൽ നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ ഹീലിംഗ് നടക്കുന്നുണ്ട്, നിങ്ങളിപ്പം കോൺസ്റ്റൻ്റായിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമോഷണൽ ഔട്ട് ബ്രേക്സ് വരുന്നുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കരമായ പെയിന്, മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം പെയിൻ അനുഭവിക്കും. ഇങ്ങനെ അടുത്തടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടായിരിക്കും പെട്ടെന്ന് നിങ്ങൾ മൂഡ് ഓഫ് ആവുക, കരച്ചിൽ വരിക, വെറുതെ ഇരുന്ന് കരയുക, ചിലപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് കരയുക, ചിലപ്പോൾ പകലിരുന്ന് കരയുക, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തിട്ട് കരയുക, പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് ഹീലിംഗ് നടക്കുന്നതുകൊണ്ടാണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹീലിംഗ് നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്, നിങ്ങളിലെ കുറേ കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്, ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് എൻഡായി നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് നിങ്ങൾ പുതിയ ഒരു തുടക്കത്തിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ്സിനെയോ നിങ്ങളുടെ കാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻഡപ്പായിട്ട് നിങ്ങളുടെ ശരിക്കുള്ള സോൾമേറ്റിനെയോ ഒക്കെ കാണുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഇന്ന് എന്തായാലും പണം കിട്ടും കേട്ടോ. ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഒരുപാട് കാണു വന്നിട്ടുണ്ട്. പിന്നെ സ്പിരിച്വലി നിങ്ങൾ വല്ലാതെ ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറേ പേർക്കൊക്കെ തേർഡ് ഐ ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവർക്ക് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽഡ് ആവുന്നുണ്ടാവും. അപ്പം ശരിക്കും നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുക, നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആരോ വന്ന് നിങ്ങളുടെ ചെവി പറയുന്ന പോലെ തോന്നുക. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഉറങ്ങാൻ പറ്റിയ മീൻസ് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഒറ്റപ്പെട്ടിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഇപ്പോൾ ഇന്ന് ദിവസം വരെയൊക്കെ കുറച്ച് ദിവസം, ഒരു 5-6 ദിവസമായിട്ട് അങ്ങനെയുള്ള ഹീലിങ്ങിലൂടെ ഒറ്റയ്ക്കിരുന്ന് കരയാൻ ഫീലിംഗ് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ്. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കൂ, നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉത്തരം കിട്ടുമെന്നാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകളും കൂടെ ഒന്ന് കാത്തിരിക്കും, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഒരു നോ വന്നിട്ടുണ്ട്. അപ്പോൾ വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിൽ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് നോയാണ്. അപ്പോൾ ആ വഴി പോകണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. അത് നമ്പർ തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചാൽ, അത് താഴെ പഴയ വീഡിയോസിലാണ് നിങ്ങളൊന്ന് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് കാണാത്തത്. ഞാൻ ഇപ്പോഴൊക്കെയാണ് ചിലപ്പോൾ നോക്കുന്നത്, എന്താണ് മെസ്സേജ് എന്ന് നോക്കുമ്പോഴാണത് പേഴ്സണൽ റീഡിംഗ് ഉണ്ടെങ്കിൽ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തതിനും നന്ദി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.